ഞാനിന്ന് ബ്രെഡ് വെച്ച് ഗുലാബ് ജാം ഉണ്ടാക്കാൻ പോവാം കേട്ടോ. കുറച്ച് പാൽപ്പൊടിയും വേണം. നമുക്കിതിൻ്റെ അരികൊക്കെ ഒന്ന് ചെത്തിക്കളയണം കേട്ടോ. ഇതിൻ്റെ അരികെല്ലാം കളഞ്ഞു. ഇനി ഇതിനെ ചെറുതായി പൊടിച്ചെടുക്കണം. കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പൊടിയൊന്നുമില്ല കേട്ടോ. നമുക്കിതിനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 4-5 സ്പൂണ് പാൽപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2 സ്പൂണ് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പാലിട്ടോ, ഒരുപാട് പാടില്ല. ഇനി അതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ വെള്ളം മിക്സാക്കണം. ഒരുപാട് പാൽ ഒഴിക്കാൻ പാടില്ല കേട്ടോ, അപ്പം നമുക്ക് ഉരുളാക്കാൻ പറ്റില്ല. കൈ കൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം, സ്പൂണിട്ടാവുന്നില്ല. ഈ രൂപത്തിലായിട്ടോ. ഇനി ഇതിനെ ചെറിയ ഉരുളാക്കണം. അതിന് ശേഷം നമുക്ക് പഞ്ചസാര പാവ് ഉണ്ടാക്കാം. പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഒന്ന് ഉരുക്കിയെടുക്കണം. നമുക്ക് ഒരു നുള്ളു വെള്ളം ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്നൊന്ന് അരിഞ്ഞ് വരും. നുള്ളു വെള്ളം ഒഴിച്ച് വാങ്ങിക്കണം. ഇതിനെ ഇതുപോലെ ഉരുട്ടി എടുക്കട്ടോ. നമ്മുടെ പഞ്ചസാര പാവ് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഗുലാബ് ജാമിനുള്ള ഉരുളകളും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കണം. ശരിക്കും നെയ്യിലാണ് പൊരിച്ചെടുക്കുക. നമുക്കിവിടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതോരോന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഒന്ന് പെട്ടെന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. അതിനെ മറിച്ചിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. കണ്ടോ, അയ്യോ കരിയണം. നല്ലതുപോലെ വേവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാം. വാവ്, അടിപൊളിയായിട്ടുണ്ട്. സെറ്റ്. ഇനി ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ഇതും വെന്ത് തുടങ്ങി. ഇതിനെ നമുക്ക് വാരിയെടുക്കാം. നമ്മുടെ പഞ്ചസാരപ്പാവ് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യ് ഒഴിക്കണം. പക്ഷേ ഇത്
നമ്മുടെ ഇതിലേക്ക് പഞ്ചസാര പാവ് ഒഴിച്ച ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സെറ്റ്. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ സെറ്റായി. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയായി. ബ്രെഡ് വെച്ചൊരു ഗുലാബ് ജാം. ഇനി ഇതിനങ്ങനെ 1 മണിക്കൂർ അങ്ങനെ മൂടി വെക്കണം കേട്ടോ. അടിപൊളി നമ്മുടെ ഗുലാബ് ജാം സൂപ്പറായിട്ടുണ്ടാവും. 1 മണിക്കൂർ അങ്ങനെ ഈ പഞ്ചസാര പാവിലിട്ട് വെക്കണം കേട്ടോ. അപ്പോഴേ ഇതൊന്ന് അലിഞ്ഞ് ഇത് മധുരമൊക്കെ ഇതിൽ സെറ്റ് ആവുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബായ്.